ഈ വീഡിയോയിൽ നമുക്ക് പ്രൊപ്പൽഷൻ ടെക്നോളജീസ് എന്തൊക്കെയൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു ലോഞ്ചിങ് വെഹിക്കിൾ അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് പ്രൊപ്പൽഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് എന്നുള്ളതിൽ ആദ്യത്തെ സോളിഡ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനീഷ്യലി മാസീവ് ആയിട്ടുള്ള ത്രസ്റ്റ് ഭൂമിയിലേക്ക് കൊടുക്കുന്നത് വഴിയാണ് ഈ സംഭവങ്ങൾ മേലോട്ട് പോകുന്നത്. പക്ഷേ ശരിക്കും നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം സോളിഡ് പ്രൊപ്പൽഷനിലില്ല. അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ട് നമ്മൾ ലിക്വിഡ് പ്രൊപ്പൽഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് വികാസ് എഞ്ചിനാണ്. അത് കോംപ്ലക്സ് ആണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് കൺട്രോളബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക് അങ്ങനെ പോകാല്ല. നമുക്ക് പ്രിസിഷനിലോടുകൂടി കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനും ഈവൻ ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓഫ്. അതാണ് ആ ഒരു ലിക്വിഡ് പ്രൊപ്പൽഷൻ്റെ ഗുണം എന്ന് പറയുന്നത്. ക്രയോജനിക് പ്രൊപ്പൽഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആക്ച്വലി ക്രയോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വളരെ മേജർ ആയിട്ടുള്ള ആളുകളുണ്ട്, ടീം. അതായത് ഈ പറയുന്ന USA, റഷ്യ, ജപ്പാൻ, ചൈന, ഫ്രാൻസ് അവരുടെയും കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് എലൈറ്റ് ക്രയോ ക്ലബ്ബ് എന്നാണ് പറയുക. അവരുടെ കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ക്രയോജനിക് പ്രൊപ്പൽഷൻ പോസിബിൾ ആക്കിയത്. സോ ഇതിൽ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഓക്സിജനെയും അതുപോലെ തന്നെ റിഫൈൻഡ് കെറോസിനെയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സെമി ക്രയോജനിക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഫോമുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊപ്പൽഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രാംജെറ്റ് എഞ്ചിനാണ്. സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എയറെ ബ്രീത്ത് ചെയ്തുകൊണ്ട് എന്നിട്ട് കമ്പഷൻ നടത്തിയിട്ട് ആ ഒരു ഓക്സിജൻ കുറച്ചുകൂടി ഓക്സിജൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ടേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദ വെഹിക്കിൾ ബിക്കംസ് മച്ച് ലൈറ്റർ. അല്ലാതെ നമുക്ക് ടാങ്കുകളിൽ അതിൻ്റെ ഉള്ളിൽ വച്ചിട്ട് ഓക്സിജൻ എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്സിജൻ ഇസ് റിക്വയർഡ്, കാരണം ഫയർ വേണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ അവിടെ സ്പേസിൽ പോകുമ്പോൾ ഉണ്ടാവില്ല, നമ്മളത് എടുത്തിട്ട് വേണം പോകാൻ. സോ അത് ഒഴിവാക്കിയിട്ട് എയർ ബ്രീത്ത് ഇൻ ചെയ്യുന്ന എഞ്ചിൻസിനെയാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മിഷൻസ് ഓഫ് ISRO ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ മിഷൻസ് എന്ന് പറയുന്നത് റീസൺ ആൻഡ് ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് 4 ടൈപ്സിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, 2 എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്സ്, തേർഡ് തിങ് ഇസ് നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ആൻഡ് ഫോർത്ത് ഇസ് സ്പേസ് സയൻസ് എക്സ്പ്ലോറേഷൻ. അതിൽ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻസാറ്റും ജിസാറ്റും പോലെയുള്ള സാറ്റലൈറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻസാറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, മെറ്റീരിയോളജിക്കൽ, ഡിസാസ്റ്റർ വാർണിംഗ് സർവീസസ് എക്സെട്ര. ജിസാറ്റ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സർവീസസിന് വേണ്ടിയിട്ടുള്ളതാണ്. ജിസാറ്റ് 24, ജിസാറ്റ് N2 ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ജിസാറ്റ് 24 എന്ന് പറയുന്നത് എൻറ്റയർലി ടാറ്റ പ്ലേക്ക് അവർ ലീസിന് കൊടുത്തിരിക്കുകയാണ്. ഓൾറൈറ്റ്. സോ ഇതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സർവീസസിന് വേണ്ടി അവൈൽ ചെയ്യുന്നതാണ് ജിസാറ്റ് സീരീസിൻ്റെ അടിയിൽ വരുന്നത്. CMS സീരീസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് തന്നെയാണ്. അത് മെയിനായിട്ട് സിഗ്നൽസ് സാറ്റലൈറ്റിന് ഡെഡിക്കേറ്റ് ചെയ്യും ഫോർ ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ISRO വാണ്ടഡ് ടു മേക്ക് ദ പർപ്പസ് ഓഫ് ഈച്ച് സാറ്റലൈറ്റ് ക്ലിയറർ ആൻഡ് മോർ യൂസർ ഓറിയൻറ്റഡ്. അതാണ് CMS സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. CMS സീരീസിൽ 1ഉം 3ഉം ഒക്കെ ഉണ്ട്. 3 എന്ന് പറയുന്നത് അപ്കമിങ് ആണ്, ദാറ്റ് ഇസ് ബീൻ സോളി ഡെഡിക്കേറ്റഡ് ഫോർ ദ ഇന്ത്യൻ നേവി. CMS 1 എന്ന് പറയുന്നത് ഓൾഡ് ആയിട്ടുള്ള GSAT 12 റീപ്ലേസ് ചെയ്തിട്ട് വന്ന കാര്യമാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. എർത്തിനെ നോക്കി കാണുക, ഒബ്സർവ് ചെയ്യുക. അതായത് ഐ ഇൻ ദ സ്കൈ എന്നാണ് പറയുന്നത്. കണ്ണിൽ, അതായത് സ്കൈയിൽ ഒരു കണ്ണുണ്ട്, ഇൻ ദ സെൻസ് ആകാശത്ത് നിന്ന് നോക്കി കാണുക. നമ്മുടെ ലാൻഡിനെയും വാട്ടറിനെയും വെതറിനെയൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് അത് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പണ്ടത്തെ ഒരു പേരുണ്ട്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്, ലൈക്ക് ക്രിയോസാറ്റ് ഓർ റിസാറ്റ്. അതിനെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഫുള്ള് ISRO എന്ത് ചെയ്തു, നെയിമിങ് EOS 1, EOS 2 അങ്ങനെയുള്ള പേരിലാണ് ഇപ്പോൾ അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓൾഡ് നെയിംസും ഇപ്പോഴത്തെ ഒരു പുതിയ എക്സാമ്പിൾസും നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ലാൻഡ് മാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കാർട്ടോസാറ്റ്. അപ്പോൾ ലാൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് അർബൻ പ്ലാനിങ്ങും മിലിറ്ററി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനിപ്പോൾ പേര് മാറ്റിയിട്ട് EOS 7 എന്നാക്കിയിട്ടുണ്ട്. അതിന് റാഡർ ഇമേജിംഗ് ഉണ്ട്, റിസാറ്റ് എന്ന് പറയുന്നത് നൈറ്റ് വിഷൻ പോസിബിൾ ആക്കുന്നതായിരുന്നു. നൈറ്റ് വിഷൻ എന്ന് പറയുന്നത് ക്ലൗഡിലൂടെയും ഡാർക്ക്നെസ്സിലൂടെയൊക്കെ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള സർവൈലൻസും ഫ്ലഡിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഫ്ലഡ് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് EOS 04 എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെതർ അല്ലെങ്കിൽ ഓഷ്യൻ ഫോർകാസ്റ്റിങ്ങിന് ഓഷ്യൻ സാറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മാറ്റിയിട്ട് EOS 6 എന്നുള്ളതാണ്. സോ മോണിറ്ററിങ്, അതായത് സീൻ്റെ കളറ്, ഫിഷിൻ്റെ സോൺസ്, സൈക്ലോൺസ്, വിൻഡ് സ്പീഡ്സ് ഇതെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മൈക്രോസാറ്റ് ആണ് EOS 8 എന്നുള്ള അതിൻ്റെ പേര്. അത് ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് മോണിറ്ററിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നിസാർ എന്ന് പറയുന്നത് നാസൻ്റെയും ISROൻ്റെ ഒരു കൊളാബറേഷനാണ്. രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് പ്രോജക്റ്റാണ്. വേൾഡിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ സ്പെഷ്യലാണ്. കാരണം L ബാൻഡ്, S ബാൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ബാൻഡ് ഉണ്ട്. L ബാൻഡ് എന്ന് പറയുന്നത് നാസയുടെ ആണ്. അത് മെയിനായിട്ട് ഗ്രൗണ്ട് മൂവ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള വെജിറ്റേഷൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് L ബാൻഡ്. S ബാൻഡ് എന്ന് പറയുന്നത് ബയോമാസും അതുപോലെ തന്നെ കോസ്റ്റൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദ തിങ്സ് ഇവിടെ 12 ദിവസം എടുത്തിട്ട് എൻറ്റയർ ഗ്ലോബിന് കറങ്ങി വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ സർവീസസ് ചേഞ്ചസും
കണ്ടുപിടിക്കാനും ഈവൻ ഈ പറയുന്ന ഐസിൻ്റെ മെൽറ്റിംഗ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ് വല്ലതും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ സിങ്കിങ് സിറ്റീസ്, ഇതെല്ലാം അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ സെൻറ്റിമീറ്റർ ലെവലിലുള്ള അക്യുറസി പോസിബിൾ ആക്കുന്ന ഒരു സാധനത്തിനാണ് നിസാർ എന്ന് പറയുന്നത്. നിസാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റാഡർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി തേർഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നാവിഗേഷൻ സാറ്റലൈറ്റാണ്. നാവിഗേഷൻ സാറ്റലൈറ്റിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നാവൈക്കിയാണ്. നാവൈസി എന്ന് പറയുന്നത് IRNSS ആയിരുന്നു, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ പേര് മാറ്റിയിട്ട് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, അതല്ലെങ്കിൽ നാവൈസി എന്നുള്ള രീതിയിൽ പേര് മാറ്റിയിരിക്കുകയാണ്. സോ ഇവിടുത്തെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് 7 ആക്റ്റീവ് സാറ്റലൈറ്റാണ് ഇതിലുള്ളത്. അതായത് 3 ജിയോ സ്റ്റേഷനറി, 3 അനങ്ങാതെ നിൽക്കുന്ന ജിയോ സ്റ്റേഷനറിയും, അതുപോലെ തന്നെ 4 ജിയോ സിൻക്രണൈസും, 4 ഇങ്ങനെ ജിയോ സിങ്ക്. അപ്പോൾ സോ വാട്ട് ഹാപ്പൻസ് ഇസ് മൊത്തത്തിലുള്ളൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് അത്. ഓക്കെ, അതാണ് ഇത്. അതിൽ മെയിനായിട്ട് ഇവർ 2 ടൈപ്പ് ഓഫ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ്, രണ്ടാമത്തെ റെസ്ട്രിക്റ്റഡ് സർവീസസ്. ഇങ്ങനെ 2 രീതിയിലുള്ള സർവീസസ് ആണ് ഈ പറയുന്ന NAC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നൊരു കാര്യം, ഈ പറയുന്ന നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ GPS എന്ന് പറയുന്ന എൻറ്റയർ വേൾഡ് എല്ലാ മാപ്പും ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമാണ് കേട്ടോ. ഇന്ത്യയുടെ എന്താ പറയുക, എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കടന്നിട്ട് ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞിട്ട് 1500 കിലോമീറ്റർ വരെയുള്ള ഒരു ചുറ്റളവിലുള്ള ഒരു നാവിഗേഷനാണ് നമ്മളിവിടെ പോസിബിൾ ആക്കുന്നത്. അതാണ് പറയുന്ന നാവൈസിൻ്റെ ഒരു തിങ്, ഐ മീൻ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് GPS എയ്ഡഡ് ആയിട്ടുള്ള ജിയോ ഓഗ്മെൻറ്റഡ് നാവിഗേഷനാണ്. GPS എയ്ഡഡ് ജിയോ ഓഗ്മെൻറ്റഡ് നാവിഗേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ട് ഓഗ്മെൻറ്റഡ് സിസ്റ്റമാണ്. ഇസ്രോയും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ്, അതിനെ നമ്മൾ ഗഗൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ആക്ച്വലി ആൻ ഇൻഡിപെൻഡൻറ്റ് നാവിഗേഷൻ സിസ്റ്റം, വേറസ് ഓഗ്മെൻറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ദിസ് പ്രോപ്പർലി ഫുള്ളി ഡിപ്പെൻഡ് ഓൺ GPS. ഇവിടെ നമ്മൾ GPS ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മൊത്തത്തിലൊരു ഇൻഡിജിനസ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഗഗൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, GPS കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വേർ യു ആർ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുതരാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി തരും. ഇവിടെ ഹൗ അക്യുറേറ്റ് GPS ഡാറ്റ അതിൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് ജനറൽ പബ്ലിക്കിന് പ്രൈമറി യൂസർ എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് തന്നെയാണ്. ഇവിടെ കൂടുതലായിട്ടും ഗഗനിൽ മെയിനായിട്ട് എയർപോർട്ട് അല്ലെങ്കിൽ സിവിൽ ഏവിയേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗ്ലോബൽ ഇക്വലൻറ്റ് ടു GPS അല്ലെങ്കിൽ USA GPS അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഗലീനിയോ പോലെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. വേറസ് ദിസ് തിങ് സോൾലി അതിൻ്റെ ഒരു ഗ്ലോബൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് GPS പോലെയുള്ള റീജിയണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. WAS പോലെ അല്ലെങ്കിൽ ഇഗ്നോസ് പോലെയുള്ള റീജിയണൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഗഗൻ എന്ന് പറയുന്നത്. റീജിയണൽ അല്ലെങ്കിൽ ദിസ് ഇസ് ഓൾസോ റീജിയണൽ, പക്ഷേ ദിസ് ഇസ് മോർ ലൈക്ക് ഓഗ്മെൻറ്റഡ് സിസ്റ്റമാണ്, ഒരു ഡിപ്പെൻഡ് ഓൺ GPS ആണ്. GPS ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള നാവിഗേഷൻസ് സിവിൽ ഏവിയേഷൻസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അത് വിട്ടാൽ മേജർ ആയിട്ടുള്ള നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഇൻ ദ വേൾഡ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. GPS എന്താ USA ആണ്, അതിന് ഗ്ലോബൽ ആയിട്ടുള്ള കവറേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശരിക്കും അത് ഓപ്പറേഷണലായി തുടങ്ങിയത് 1995 മുതൽ ഓപ്പറേഷണലാണ്. റഷ്യയുടെയാണ് ഗ്ലോണസ് എന്ന് പറയുന്നത് ഫുള്ളി ഓപ്പറേഷണൽ ആണ്. അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 24 ഓപ്പറേഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഗലീലിയോ എന്ന് പറയുന്നത് യൂറോപ്യൻ്റെയും അതുപോലെ തന്നെ ബെയ്ഡു എന്ന് പറയുന്നത് ചൈനയുടെയുമാണ്. ദാറ്റ് ഇസ് ഓൾസോ ഫുള്ളി ഓപ്പറേഷണൽ സിൻസ് 2020. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ആണ് ഈ പറയുന്ന NAVHIC എന്ന് പറയുന്നത് 7 ഓപ്പറേഷണൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ് അതിലുള്ളത്. അതുപോലെ തന്നെ മിറ്റ്സുബിക്കി എന്ന് പറയുന്നത് ജപ്പാൻ്റെ ആണ്. ഇനി സ്പേസ് സയൻസും അതിൻ്റെ എക്സ്പ്ലോറേഷൻസും ഒന്ന് മനസ്സിലാക്കി പോവാം. അതിൽ ആദ്യത്തെ ചന്ദ്രയാൻ 3 2023 സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു. മൂണിൽ സോഫ്റ്റ് ലാൻഡിങ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളത് കൊണ്ടുപോയത്. ഓക്കെ, എന്നിട്ട് ദാറ്റ് വാസ് ആക്ച്വലി എ വെരി ലാൻഡ്മാർക്ക് അച്ചീവ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മൂണിൻ്റെ സൗത്ത് പോളിൽ 69 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ ആദ്യത്തെ രാജ്യമായി ഒരു ലൂണാർ ലാൻഡിങ് പോസിബിൾ ആക്കിയത്. അപ്പോൾ ആ ഒരു പ്ലേസിന് നമ്മൾ ശിവശക്തി പോയിന്റ് എന്നുള്ള, നമ്മൾ ലാൻഡ് ചെയ്ത പോയിന്റിന് ശിവശക്തി പോയിന്റ് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിൻ്റെ പ്രൊപ്പൽഷൻ മോഡ് നോക്കുകയാണെങ്കിൽ ഒരു ക്യാരിഡ് ദ ലാൻഡർ ടു ലൂണാർ ഓർബിറ്റ്, അതുപോലെ തന്നെ അതിനൊരു ഷേപ്പ് പേലോഡാണ് ഉണ്ടായിരുന്നത്. ഏർത്തിനെ ദൂരെ നിന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള പരിപാടി. ഓക്കെ, ഹെൽപ്പിംഗ് ദ സയൻറ്റിസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ ഹാബിറ്റബിൾ എക്സോ പ്ലാനറ്റ് എൽസ്വെയർ. അവിടെ നിന്ന് അങ്ങനെ പഠിക്കുകയും മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗോൾഡി ലോക്ക് സോൺസ് ഉണ്ടോ അല്ലെങ്കിൽ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക, അതായിരുന്നു മെയിൻ. ഇനി അതിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. വിക്രം ലാൻഡറും ഉണ്ടായിരുന്നു, പ്രയാഗ് റോവറും ഉണ്ടായിരുന്നു. ഇത് രണ്ടും തെറിച്ചുപോയി അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്, ലൂണറിൻ്റെ സർഫസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ മൂൺ ക്വേക്സ് എന്തെങ്കിലും ഉണ്ടാവുന്ന ആ കാര്യങ്ങൾ മെഷർ ചെയ്യാനുമായിരുന്നു. പ്രയാഗ് റോവർ എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ
പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലേസർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ കാര്യങ്ങളായിരുന്നു. അത് റോബോട്ടിക് എക്സ്പ്ലോററാണ്. അത് താഴെ ഇറക്കിയിട്ട് അവിടെ അങ്ങനെ അത് മൂവ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ആക്ച്വലി കൺഫേം ദ പ്രസൻസ് ഓഫ് അതെന്തൊക്കെ കണ്ടുപിടിച്ചു, സൾഫറും ഓക്സിജൻ അയോൺ ഒക്കെ ലൂണാർ സോയിലിൽ ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് ഈ പറയുന്ന പ്രയോഗ് റോവറാണ്. അപ്പം ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കി പോകാം. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 ആൻഡ് 3ൻ്റെ ഫീച്ചേഴ്സ് നോക്കി പോകാം. 2008 ചന്ദ്രയാൻ 1, 2019 ചന്ദ്രയാൻ 2ഉം 2023 ചന്ദ്രയാൻ 3ഉം. അപ്പം ആദ്യത്തെ ഇതിലെ കമ്പോണൻസ് പറയുന്ന ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നു, മൂൺ ഇമ്പാക്ട് പ്രോബും ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയായിരുന്നു, ഓർബിറ്റർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിക്രവും പ്രയാഗും ഉണ്ടായിരുന്നു. വിക്രം ലാൻഡർ ആയിരുന്നു, പ്രയാഗ് എന്ന് പറയുന്ന ഒരു റോവർ ആയിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 3ൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ലാൻഡറും പ്രയാഗ് റോവറും ഉണ്ടായിരുന്നു. ഓർബിറ്റർ ഓൾറെഡി അവിടെ ഉണ്ട്, ഓർബിറ്റർ അവിടെ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളാണ് ഇല്ലാതെയായത്. അതിപ്പോൾ എവിടെ പോയെന്ന് അറിയില്ല. പക്ഷേ ഓർബിറ്റർ അവിടെ വീണ്ടും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓർബിറ്റർ വിട്ടില്ല. ഈ പ്രാവശ്യം നമ്മൾ വിട്ടത് വിക്രം ലാൻഡറും അതുപോലെ തന്നെ റോവറും മാത്രമായിരുന്നു. അത് ഓൾസോ ഇറ്റ് ഇസ് എ പ്രൊപ്പൽഷൻ മോഡ്യൂളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചന്ദ്രയാൻ 1ൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗോൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓർബിറ്റ്, മൂണിൻ്റെ ഓർബിറ്റിൽ പോയിട്ട് നിൽക്കുക, പ്ലസ് മാപ്പ് ചെയ്യുക, അവിടെ കെമിക്കൽസും വാട്ടർ കണ്ടൻ്റൊക്കെ എന്താ പറയുക മാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ലാൻഡിങ് പോസിബിൾ ആക്കുക, പ്ലസ് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ചന്ദ്രയാൻ 3ൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് ലാൻഡിങ് പ്ലസ് റോവിങ് കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സക്സസ്ഫുൾ ആയിരുന്നു, രണ്ടാമത്തെ പാർഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു, ലാൻഡർ ക്രാഷ് ആയിപ്പോയി. മൂന്നാമത് സക്സസ്ഫുൾ ആയിരുന്നു. ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ആദ്യമായിട്ട് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. പിന്നെ ഇവിടെ വെള്ളം, ആദ്യത്തെ മിഷനിൽ നമ്മൾ വെള്ളം കണ്ടുപിടിച്ചു, H2O + OH അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, ഡിസ്കവറി ഓഫ് വാട്ടർ. ഇവിടെ ഇമേജസ് ഒരുപാട് ഹൈയസ്റ്റ് റെസൊല്യൂഷൻ ആയിട്ടുള്ള മൂണിൻ്റെ ഇമേജസ് നമുക്ക് കേപ്പബിൾ ആയിട്ട് കിട്ടി, നമുക്കത് എന്താ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ പോയ 2023 പോയ ഒരു എന്താ പറയുക ചന്ദ്രയാൻ 3ൽ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ടെമ്പറേച്ചർ വേരിയൻസ് ഉണ്ട് സർഫസിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ സാധനം ഇപ്പോഴും സെക്കൻഡ് ചന്ദ്രയാൻ 2ൽ പോയത് ഇപ്പോഴും ആക്റ്റീവാണ്. തേർഡ് തിങ് എന്ന് പറയുന്നത് ഒരു സിംപ്ലർ പ്രൊപ്പൽഷൻ മോഡൽ വെച്ചിട്ട് നമ്മളത് സിംപ്ലർ ചെയ്തു, കുറച്ചുകൂടി ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ് ബൈ എ വെരി സിംപ്ലർ പ്രൊപ്പൽഷൻ മോഡൽ. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓർബിറ്റൽ റോൾ എന്ന് പറയുന്നത്. ആദ്യത്തെ L1നെ കുറിച്ചും മംഗൾയാനെ കുറിച്ചും സ്പേസ് ടെക്സിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് ആദ്യത്തെ L1 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സൂര്യൻ്റെ ഒബ്സർവേറ്ററി ആണ്. ഈ സംഭവം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻസേർട്ടഡ് ഇൻ ടു ഹാലോ ഓർബിറ്റ്. L1ൻ്റെ അവിടെയുള്ള ഒരു ഹാലോ ഓർബിറ്റിലാണ് നമ്മളിത് കൊണ്ടുപോയിട്ട് ചെയ്തത്. വിസിബിൾ ആയിട്ടുള്ള എമിഷൻ ലൈൻ കോർണോഗ്രാഫർ, അതായത് അവിടെ പേലോഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് സോളാർ കൊറോണനെ കുറിച്ചും സോളാർ മാസ് എജക്ഷനെ കുറിച്ചും പഠിക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഇമേജസ് ഫോട്ടോഫോഴ്സിൻ്റെ അതുപോലെ ക്രോമോസ്ഫിയറിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സ് എടുക്കുക എന്നുള്ള കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞ സ്യൂട്ടിലുള്ളത്. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പാണ്. അതുപോലെ തന്നെ ഹെൽ 10X അതുപോലെ തന്നെ സോളെക്സ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ എക്സ്റേ സ്പെക്ട്രോമീറ്റേഴ്സ് ആണ് സോളാർ ഫ്ലയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്ലയേഴ്സ് പഠിക്കുന്നുണ്ട്, കൊറോണ പഠിക്കുന്നുണ്ട്, കൊറോണ മാർക്സ് എജുഷൻസ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആദ്യത്തെ L1ൻ്റെ സൂര്യൻ്റെ ഒബ്സർവേറ്ററിയിലുള്ള പരിപാടികൾ. ഇങ്ങനെ മംഗൾയാനെ പറ്റി നോക്കുകയാണെങ്കിൽ മംഗൾയാൻ എന്ന് പറയുന്നത് മാസിൻ്റെ ഓർബിറ്റർ മിഷൻ തന്നെയാണ്. ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 2013. ആദ്യത്തെ സ്പേസ് ഏജൻസി ടു റീച്ച് മാസ് ഓൺ ഇറ്റ്സ് മെയ്ഡൻ അറ്റംപ്റ്റ് നമ്മളായിരുന്നു. ഈ ISRO. ബാക്കിയുള്ളവരൊക്കെ മാസിലേക്ക് ചൊവ്വയിലേക്ക് പോയിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ അവിടെ പോയിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. നമ്മളൊരു ശരിക്കും ഒരു ഹോളിവുഡ് മൂവി എടുക്കുന്നതിനെക്കാട്ടിലും കുറവ് പൈസയിൽ 450 കോടിയിൽ പരിപാടി തീർത്തു എന്നുള്ളതാണ് പറയുന്നത്. കീ ഫൈൻഡിങ്സ് എന്തായിരുന്നു, അവിടെ നമുക്ക് അതൊരു മീഥേൻ സെൻസറിനെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു ടു സ്നിഫ് ഫോർ ദ സൈൻസ് ഓഫ് ലൈഫ് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ മീഥേൻ ഇസ് ഓഫൻ ബയോളജിക്കൽ. അപ്പോൾ അതിൻ്റെ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് ഇൻകൺക്ലൂസീവ് ആണ്. സ്റ്റിൽ നമ്മുടെ പരിപാടി ഇതായിരുന്നു. നമുക്ക് ചന്ദ്രനിൽ പോയിട്ട് എന്താ പറയുക ചൊവ്വയിൽ പോയിട്ടുള്ള ലൈഫിൻ്റെ ഒരു പോസിബിലിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് സ്പേസ് ടെക്സിനെ കുറിച്ച് നോക്കാം. സ്പേസ് ടെക്സ് എന്ന് പറയുന്നത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. അത് ക്രൂഷ്യലായിട്ടുള്ള ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ മിഷനാണ്. 2 സ്പേസ് ക്രാഫ്റ്റിനെയും കൂടിയിട്ട് ടു ഫൈൻഡ് ഈച്ച് അതർ ഇൻ സ്പേസ് ആൻഡ് ജോയിൻ ടുഗെദർ ആൻഡ് ഡോക്ക് ഫിസിക്കലി. രണ്ടെണ്ണം അവിടെ പോയിട്ട് ഡോക്ക് ചെയ്യുന്നത്, രണ്ടും കൂടി ഒരുമിച്ച് ഡോക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് സ്പേസ് ടെക്സ് എന്ന് പറയുന്നത്. ഈ ഇസ്രോ 2 സ്മോൾ സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്തു. ഒന്ന് ചേസറാണ്, രണ്ടാമത്തെ ടാർഗറ്റാണ്. അത് രണ്ടും കൂടി സക്സസ്ഫുള്ളി അലൈൻ ചെയ്തു ഇൻ ടു ഈച്ച് അതർ ഇൻ ടു എൻ ഓർബിറ്റ്. അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് പിന്നീട് അത് ഫങ്ഷൻ ചെയ്തു. ഇതായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. 2024 അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഡോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മളത് ഫുള്ളി സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തത് ജനുവരി 2025. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. മേക്കിംഗ് ഇന്ത്യ ദ 4th നേഷൻ ആഫ്റ്റർ US, റഷ്യ ആൻഡ് ചൈന ടു മാസ്റ്റർ ദിസ് ടെക്നോളജി.
USA-ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം നമ്മളാണ് ആദ്യമായിട്ട് ഈ പറയുന്ന സ്പേസ് ടെക്സ് എന്ന് പറയുന്ന ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. അതായത് 2 എണ്ണത്തിനെ കൊണ്ടുപോകുന്നു. ഒന്ന് ചേസറാണ്, ഒന്ന് ടാർഗറ്റാണ്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിനും കൂടി അലൈൻ ചെയ്യുന്നു. രണ്ടിനും കൂടി ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ട് അത് ഫങ്ഷൻ ആവുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്കമിങ് ആയിട്ടുള്ള സോളാർ മിഷനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക്